ദേവർ ദിവാന മൊത്തത്തിൽ പോയി. എന്താണ് വളരെ സന്തോഷത്തിലാണല്ലോ, പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. നമ്മുടെ ശത്രുക്കളെല്ലാം കൂടെ ചേർന്ന് നമുക്കിനി പണിയാവൂല്ലോടാ. ഇപ്പൊ എന്ത് പറ്റിയണ്ണ? ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്ന ആ PR നിന്ന് താങ്ങായി തണലായി ഇപ്പൊ എത്ര ആൾക്കാർ എത്തിയിരിക്കുന്നു. അവന്റെ മോന്, അവന്റെ മരുമോള്, 10-20 അനാഥ പിള്ളേര്, അവൻ അവിടെ ഉത്സവം പോലെ ആഘോഷിക്കുക. അണ്ണന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഇത്തവണ PR-നെയും അവന്റെ മകൻ കന്ത്രിയെയും കറക്റ്റായി ഞാൻ സ്പോട്ട് ചെയ്തിരിക്കും. നിന്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് തമാശ പറയരുത്. ബിൽഡിങ്ങിന്റെ വാസ്തു ശരിയാക്കണ്ട. ഓ, നിന്റെ വാസ്തു ഇന്ന് ഞാൻ ശരിയാക്കും. എനിക്കിനി വേറെ ആരും വേണ്ട. ഇത്തവണ ഞാൻ പോകുന്നതാ നല്ലത്. കിട്ടിയാൽ അഗ്നികോണിലുള്ളവന്റെ ഹെഡ്, ഈശാനുകോണിലുള്ളവന്റെ ഹാർട്ട്, രണ്ടും ക്ലോസ്. ബാനർജി, നീ ഹോങ്കോങ്ങിലേക്ക് വെക്കും. ഞാൻ 10-15 ദിവസം എടുക്കും. അതുകൊണ്ട് അവിടെ നമ്മുടെ ഹവാല നോക്കും. അണ്ണ 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 എന്റെ രണ്ടാം കല്യാണം സെറ്റായണ്ണ. മറ്റന്നാളെ എന്റെ കല്യാണം. അണ്ണൻ പറഞ്ഞു അണ്ണ. ചെയ്തു പോയ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്റെ ആദ്യ ഭാര്യ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഓടിപ്പോയത്. നിനക്ക് കാണില്ല. അതങ്ങനെയല്ലടാ, ആളിനെ നിർത്തിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ആസിന്റെ തലയിൽ മത്തങ്ങ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. ആസിഡല്ലേ ഇവിടെ. ഒന്ന് മിസ്സായിരുന്നെങ്കിൽ എന്റെ കല്യാണം മിസ്സായിരുന്നു. എന്താ ഇവര് കാണിക്കുന്നത്? ഏയ്, തോക്കൊണ്ടാ കളിക്ക? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? വീട്ടില് പാവ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ അതുകൊണ്ട് കളിച്ചാനെ. എന്റെ കയ്യിൽ ഇപ്പൊ ഗണ്ണല്ലേ ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോ പിന്നെ അവർ എന്തുകൊണ്ട് കളിക്കാനാ? ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു. പൊയ്ക്കോ, എല്ലാത്തിനും വിളിച്ചോണ്ട് പൊയ്ക്കോ. ഗെറ്റ് ഔട്ട്. ഇത് എന്റെ വീടാണെങ്കിൽ അത് അവരുടെയും കൂടിയാ. പോവില്ല. എനിക്ക് ഇങ്ങനൊരു ബന്ധമില്ല. 1 കോടി രൂപ തരാം. പറഞ്ഞേക്ക്. നിങ്ങൾക്ക് റിലേഷൻസ് ഉണ്ടാവില്ല. റൂൾസ് എനിക്കുമില്ല. നിങ്ങളെ പോലെ ക്യാഷ് അല്ല എനിക്ക് പ്രധാനം. ദേ, ഈ തലയ്ക്ക് 1 കോടി രൂപ അഡ്വാൻസ് തന്നതാ ദാസ് എനിക്ക്. ഇപ്പൊ ഇവിടെ ടോപ്പിക് എന്തിനാ പറയുന്നത്? മകനെ, 1000 വട്ടം ക്ഷമിക്കാനാണ് ദൈവം പറയുന്നത്. ദൈവം എന്താണോ പറഞ്ഞത്? ദൈവമല്ല, എനിക്ക് വേണ്ടിയേ പറഞ്ഞിട്ടുള്ളൂ, അവന് വേണ്ടിയില്ലേ? അണ്ണ ഒന്ന് കൂളാണ്. ബോസ് നിങ്ങളുടെ മോനല്ലേ ബോസ്. മറ്റൊന്ന് എന്റെ രണ്ടാം കല്യാണം. മറക്കാതെ തീർച്ചയായിട്ടും വരില്ല. എന്റെ അച്ഛനും വരില്ല. നീ ആരാണ് അത് പറയാൻ? ഞാൻ പോവും. ആ ദാസ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അവിടെ. ചെല്ലങ്ങോട് തിരിച്ചു വരില്ല. സ്പോട്ടിൽ തീർത്തു കളയും. ആ സ്പോട്ടൊക്കെ നിനക്കാ പുതിയത്, ഞങ്ങൾക്കല്ല. ആസിഡ്, ഞാൻ വന്നേക്കാം. ഏർപ്പാടുകളൊക്കെ ചെയ്തോ. ശരി അണ്ണ. എന്താണ് ഇവനിങ്ങനെ? വന്നു. എത്തി. അണ്ണാ നമസ്കാരം. അണ്ണ വാ അണ്ണ. അടേ മാറിക്ക്. അണ്ണ ഇതെന്റെ അമ്മ, അച്ഛൻ. നമസ്കാരം. അതെന്റെ രണ്ടാം ഭാര്യ. നീ പെട്ടെന്ന് ചാടി പോകുന്നതിന് മുമ്പ് പോയി കെട്ടിക്കോ. ആക്കെടുത്ത് വളയ്ക്കാതെ. അണ്ണാ, കല്യാണത്തിന് എല്ലാരും വന്നിട്ടുണ്ട്. PR-ഉം വന്നിട്ടുണ്ട്. പക്ഷേ അയാളുടെ മോൻ വന്നിട്ടില്ല. ആദ്യ PR-നെ തീർത്തേക്ക്. അവിടെ കേൾക്കേണ്ടത് കല്യാണമേളമായിരിക്കരുത്, മരണബഹളമായിരിക്കണം. നീ ആ ദാസിനോട് ചെന്ന് പറ,
PR-നെ കൊല്ലണമെങ്കിൽ ആദ്യം അവന്റെ മകനെ കൊല്ലണമെന്ന്